മാസങ്ങൾക്ക് മുമ്പ് കേരളം ഏറെ ആകാംക്ഷയോടെ അത്ഭുതത്തോടെ കാണാൻ കാത്തിരുന്ന ഒരു ബസ്സാണ് എന്റെ പിന്നിലുള്ളത്. നവകേരള ബസ് എന്ന് പ്രശസ്തമായ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിച്ച ബസ്. ആ ബസ് ഇപ്പോൾ സാധാരണക്കാർക്ക് ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ തക്ക വിധത്തിൽ ചെറിയ രൂപമാറ്റമൊക്കെ വരുത്തി സർവീസ് തുടങ്ങുകയാണ്. കോഴിക്കോട് ബംഗളൂരു റൂട്ടിലാണ് ബസ് സർവീസ് നടത്തുക. ഇവിടെ ഈ ഏറ്റവും വിവാദമായ ഒന്ന് ഇതിലെ ലിഫ്റ്റായിരുന്നു. ഈ ബസ്സിനുള്ളിൽ കയറാൻ ഉപയോഗിക്കുന്ന ലിഫ്റ്റ് ആയിരുന്നു. മുഖ്യമന്ത്രിക്ക് മറ്റും കയറാനായി ലിഫ്റ്റ് ഉണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളുണ്ടായിരുന്നു. ലിഫ്റ്റിലാണ് ഞാനുള്ളത്. ആ ലിഫ്റ്റിൽ ഇങ്ങനെ മുകളിലേക്ക് കയറി ആണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയാണ് പ്രധാനമായും ലിഫ്റ്റിലൂടെ ഉള്ളിലേക്ക് കയറിയിരുന്നത്. ആ ലിഫ്റ്റും ഇപ്പോൾ അതേപടി ഈ ബസ്സിൽ നിലനിർത്തിയിട്ടുണ്ട്. ഇനി ബസ്സിന്റെ ഉള്ളിലെ കാഴ്ചകളിലേക്കും പോകാം. ബസ്സിൽ വലിയ രൂപമാറ്റമൊന്നും വരുത്തിയിട്ടില്ല. മുഖ്യമന്ത്രിക്ക് ഇരിക്കാൻ ഒരു പ്രത്യേക കസേര ഉണ്ടായിരുന്നു. ആ കസേര ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ലിഫ്റ്റ് അതുപോലെ തന്നെ നിലനിർത്തി. മറ്റ് കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. 26 പുഷ് ബാക്ക് സീറ്റുകളാണ് ഈ ബസ്സിലുള്ളത്. ഈ ലിഫ്റ്റ് പ്രധാനമായി ഉപയോഗിക്കുന്നത് ഫുട്ബോർഡ് ഉപയോഗിക്കാൻ കഴിയാത്ത ഭിന്നശേഷിക്കാർ, മുതിർന്ന പൌരന്മാർ എന്നിവർക്ക് ബസ്സിലേക്ക് കയറാനുള്ള സൌകര്യത്തിനായി ഈ ഹൈഡ്രോളിക് ലിഫ്റ്റ് സംവിധാനം ബസ്സിൽ തുടർന്നും ഉപയോഗിക്കാം. കോഴിക്കോട് ബംഗളൂരു യാത്രയിലും ഈ ലിഫ്റ്റ് ഉപയോഗിക്കും. ആ ലിഫ്റ്റിൽ ആളുകൾക്ക് ഇങ്ങനെ കയറിപ്പോകാനാകാം. മറ്റ് പ്രധാനപ്പെട്ട മാറ്റങ്ങളൊന്നും ഈ ബസ്സിൽ ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രി ഇരുന്നത് ഇവിടെയാണ്, ഈ ഭാഗത്താണ്. അവിടെ ആ സീറ്റ് മാറ്റി കുറച്ചുകൂടി റിവോൾവിംഗ് ആയ ഒരു ചെയറാണ് അവിടെ ഉണ്ടായിരുന്നത്. മാറ്റി സാധാരണ മറ്റ് സീറ്റുകൾ പോലെയുള്ള സീറ്റാക്കിയിട്ടുണ്ട്. മുന്നിൽ മുഖ്യമന്ത്രിയുടെ സീറ്റിന് മുന്നിൽ ഒരു സീറ്റ് കൂടി പുതുതായി ഘടിപ്പിച്ചിട്ടുണ്ട്. ബാക്കി 26 പുഷ് ബാക്ക് സീറ്റുകൾ ഈ ബസ്സിൽ ഉണ്ടാകും. ആ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ആ യാത്രക്കിടയ്ക്ക് ഇടയിൽ വിനോദത്തിനും ദീർഘദൂര യാത്ര, അതുകൊണ്ട് തന്നെ വിനോദത്തിനും പാട്ട് കേൾക്കാനുള്ള സംവിധാനവും ഒക്കെയുണ്ട്. ഇവിടെ സ്പീക്കറുകളും അതുപോലെ തന്നെ ടിവിയും ഒക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. ആളുകൾക്ക് പാട്ട് കേൾക്കാം. അതുപോലെ തന്നെ ടി വി കാണാനുള്ള സംവിധാനങ്ങളും ഒക്കെ അതേപടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി മന്ത്രിമാർ സഞ്ചരിക്കുമ്പോഴും അതുതന്നെയായിരുന്നു ഈ ബസ്സിലെ കാഴ്ചകൾ. ഈ സീറ്റ് കടന്ന് മുന്നോട്ട് പോയാൽ ഒരു വാഷ്റൂം ഉണ്ടായിരുന്നു. നേരത്തെ മുഖ്യമന്ത്രി മന്ത്രി യാത്ര ചെയ്യുമ്പോഴും ഉണ്ടായിരുന്ന വാഷ്റൂം ഇതിന്റെ പുറകുവശത്ത്, ഇതിന്റെ പുറകിലെ വാതിൽ തുറന്നു കയറിയാൽ ആ വാഷ്റൂമിലേക്ക് പോകാവുന്ന തരത്തിലാണ് സജ്ജീകരണം. ദീർഘദൂര യാത്രയായതുകൊണ്ട് തന്നെ ആളുകൾക്ക് സ്വാഭാവികമായും അത് വലിയൊരു അനുഗ്രഹമായി തീരും. മുഖ്യമന്ത്രിക്ക് മന്ത്രിമാർക്ക് മാത്രമല്ല, അത്തരത്തിൽ ഈ യാത്ര ചെയ്യുന്നവർക്കും ഇത്തരം ആവശ്യങ്ങളൊക്കെ ഉണ്ട്. വാഷ്റൂമൊക്കെ ഇപ്പൊ അതേപോലെ തന്നെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. രാവിലെ 4 മണിക്ക് കോഴിക്കോട് നിന്ന് യാത്ര തിരിച്ച് കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, ഗുണ്ടൽപേട്ട, മൈസൂർ, മാണ്ഡ്യ വഴി 11:35 ബംഗളൂരുവിൽ എത്തിച്ചേരുന്ന രീതിയിലാണ് ഈ ബസിന്റെ അങ്ങോട്ടേക്ക് ബംഗളൂരുവിലേക്കുള്ള യാത്ര. തിരിച്ച് ഇതേ റൂട്ടിലൂടെ തന്നെ രാത്രി 10:05 കോഴിക്കോടും ബസ് എത്തിച്ചേരും. ഓൺലൈൻ റിസർവേഷൻ സൌകര്യം KSRTCക്കുണ്ട്. അത് ഇവിടെയും ഉപയോഗിക്കാം. ബസ് യാത്ര തുടങ്ങുകയാണ്. നവകേരള ബസിന്റെ യാത്ര പോലെ തന്നെ ഈ യാത്രയും വലിയ പ്രതീക്ഷയോടെ ആളുകൾ കാണുന്നു. കാരണം അന്ന് വലിയ വിവാദത്തോടു കൂടിയാണ് ഈ ബസ് ബംഗളൂരുവിൽ നിന്ന് കാസർഗോഡേക്ക് എത്തിച്ചത്. കാസർഗോഡ് ഗസ്റ്റ് ഹൌസിന് മുന്നിൽ ആ ബസ് എത്തുന്ന കാണാൻ വലിയ ജനക്കൂട്ടമായിരുന്നു. ആർഭാട ബസ് എന്ന തരത്തിലുള്ള പ്രചരണം ആദ്യഘട്ടങ്ങളിലുണ്ട്. അങ്ങനെയല്ല, സാധാരണ ഒരു ലക്ഷറി ബസ് ഉണ്ടാകുന്ന സൗകര്യം മാത്രമേ ഉള്ളൂ എന്ന് പിന്നീട് മനസ്സിലായി. ഏതായാലും ഈ ബസ് ഇന്ന് യാത്ര തുടരുകയാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരുമായല്ല, ഇന്ന് ഇവിടെ നിന്ന് ഈ പാപ്പനംകോട്ടെ KSRTCയുടെ സെൻട്രൽ ഡിപ്പോയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് യാത്ര ആരംഭിക്കും ഈ ബസ്. അതിനുശേഷം കോഴിക്കോട് നിന്ന് ബംഗളൂരുവിലേക്ക് സ്ഥിര യാത്രയും ഉണ്ടാകും. ഏതായാലും നവകേരള ബസ് യാത്രക്കാർക്ക്, സാധാരണക്കാർക്ക് കൂടി, കേരള ജനതയ്ക്ക് കൂടി ഉപകരിക്കുന്ന ഒന്നായി മാറുകയാണ്. ഇതോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട കണക്കൊക്കെ നേരത്തെ വന്നതാണ്. വലിയ നഷ്ടമുണ്ടാകുമെന്ന ആശങ്കയ്ക്ക് നഷ്ടമല്ല, ഇപ്പോൾ KSRTCക്ക് ഒരു സമ്പത്തായി തന്നെ ഈ ബസ് മാറുമെന്നാണ് KSRTC അധികൃതരുടെയും സർക്കാരിന്റെയും ഒക്കെ പ്രതീക്ഷ. കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ സർവീസ് നടത്താനൊരുങ്ങുന്ന ബസ്സിൽ നിന്നും അരുൺ പാലോടിനൊപ്പം BV അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം.